ഹലോ, നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇഷ്ടമാണോ? ഇന്നത്തെ താരം ഡ്രാഗൺ ഫ്രൂട്ടാണേ. നമ്മുടെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്. കാണുന്ന മരം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 2 കൊല്ലമാവണം. ഓരോ മഴക്കാലത്തും ഇതുപോലെ കായ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടി. കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നേക്കാൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് കുറച്ച് മധുരം കൂടുതലായിരിക്കും. ഇപ്പം നിങ്ങൾ കാണുന്നത് 2 ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെയും പൂ ഉണ്ടായേക്കുന്ന സ്റ്റേജാണ്. ഈ ടൈമിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുന്നത്. സാധാരണ തേനീച്ചയും വണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പോളിനേഷൻ അങ്ങനെ നടന്നോളും. പക്ഷെ അതൊക്കെ കുറവായ കാരണം നമ്മൾ തന്നെ ഇത് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വലിയ വലിയ കായകൾ കിട്ടുള്ളൂ. ഈ പ്ലാന്റ്സ് ജസ്റ്റ് 1 ഇയർ പോലും ആയിട്ടില്ല, അപ്പോഴേക്കും അതിൻ്റെ മുകളിൽ പൂവും കായൊക്കെ ഉണ്ടായി. ഇത്രയും ഫ്ലവേഴ്സ് നമുക്ക് പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് നല്ലപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹാർവസ്റ്റ് ഇതിന്ന് കിട്ടും. ഇതിപ്പോൾ വെച്ചിട്ടുള്ള പുതിയ പ്ലാന്റ് ആണ്. അത് ടയറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത മഴക്കാലത്തേക്ക് ഇതും കായ്ക്കും. പിന്നെ നമ്മൾ കുറേ കുട്ടി പ്ലാന്റ്സ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് വേരൊക്കെ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനൊക്കെ പിടിച്ച് മാറ്റി ഇടണം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.